എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ മണ്ഡല കാലത്ത് ഒരു വ്രതം പോലെ നടത്തുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണവും പ്രഭാഷണവും 17ാം ദിവസമായ ഇന്ന് അധ്യായം 3 51 മുതലുള്ള 62 വരെ 51 മുതൽ 62 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയും അതിൻ്റെ ചെറിയ ഒരു സാരം പറയുകയും ചെയ്യുന്നത് ഇന്ന് ആരാധ്യ വി എന്ന കുട്ടിയാണ്. ആരാധ്യയുടെ അനിയൻ അൻവിത്ത് കുറച്ച് ജ്ഞാനപ്പാനയുടെ വരികൾ ചൊല്ലും. അതിൻ്റെ ബാക്കി ഭാഗം ആരാധ്യ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ആരാധ്യയാണ് അനിയ കുട്ടനെ പഠിപ്പിക്കുന്നത്. അപ്പോ അവൻ പതുക്കെ കുറേശ്ശെ പഠിക്കുന്നേ ഉള്ളൂ. കുഞ്ഞിനെയും കൂടെ ഉൾപ്പെടുത്തുവാനായിട്ട് നമുക്ക് സന്തോഷമുണ്ട്. അങ്ങനെ കുഞ്ഞിനെ ചൊല്ലിക്കുകയാണ്. അതിൻ്റെ ബാക്കി കംപ്ലീഷൻ ആരാധ്യ ചെയ്യാം. ഈ കുട്ടികളെ വളരെ ശ്രദ്ധാപൂർവം ഈ ക്ലാസ്സുകളിലേക്ക് അയക്കുന്നതിന് ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതായത് സമയത്തിന് കൊണ്ടെത്തിക്കുകയും അതിനുശേഷം ഇതിൻ്റെ ഈ മാഹാത്മ്യത്തിൻ്റെ പാരായണത്തിന് വേണ്ടിയിട്ട് അതിൽ എഴുതിയെടുക്കുകയും കുട്ടികളെ കൊണ്ട് കൂടെ ഇരുന്നത് ചൊല്ലിക്കുകയൊക്കെ ചെയ്ത് വളരെ എന്താ പറയുക, ഇതിനോട് അത്രയധികം താല്പര്യം കാണിക്കുന്ന പാരൻസ് ആണ്. അവരോട് നമുക്കുള്ള സന്തോഷം അറിയിക്കുന്നു. കുട്ടികളെ രണ്ടുപേരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ആരാധ്യയെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാത്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിस्तक्षणात्. നിഗമകൽപതരോർഗണിതം ഫലം ശുകമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേന്ദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീഷതാന്തമോദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരുമുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം.
യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവേ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതഗദ്ഗദേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാംഗം ന വിദുഃസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതേർമഹദ്ഭിര്യ ഇമാ പുരോ വിഭു ധർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക ചോരം ത്രിശേഷ്ട ഭഗവാൻ വചാംസി മേ. ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 3 ശ്ലോകങ്ങൾ 51 മുതൽ 62 വരെയാണ്. യജ്ഞാത് ഗർജതി സപ്താഹ സപ്താഹോ ഗർജതി വ്രതാത് തപസോ ഗർജതി പ്രോചൈ തീർത്ഥാ നിത്യം ഹി ഗർജതി യോഗാ ഗർജതി സപ്താഹോ ധ്യാനാ ച ഗർജതി കിം ഭ്രൂമോ ഗർജനം തസ്യ രേ രേ ഗർജതി ഗർജതി. ശൗനക ഉവാച സാശ്ചര്യമേതത് കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. സൂത ഉവാച ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിദായ ച മച്ചിത്തേ മഹതീ ചിന്താ. ഒരു ശ്ലോകം യഥാ കൃഷ്ണോ എന്നൊരു ശ്ലോകമില്ലേ സൂത ഉവാചയില്, അത് ചൊല്ല്. വിട്ടുപോയി, ഒരു സ്റ്റെപ്പ് ചാടിപ്പോയി. സൂത ഉവാച യഥാ കൃഷ്ണോദരാം ത്യക്ത സ്വപദം ഗന്ധുമുദ്യത ഏകാദശം പരിസുപ്യാപി ഉദ്ധവോ വാക്യമബ്രവീത്. ഉദ്ധവ ഉവാച ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകായം വിദായ ച മച്ചിത്തേ മഹതീ ചിന്താ താം ശ്രുത്വാ സുഖമാവഹ. ആഗതോയം കലഘോരോ ഭവിഷ്യന്തി പുനഃ കലാഃ സത്സംഗേനൈവ സന്തോപി ഗമിഷ്യന്തി വ്രതാം യഥാ. തദാ ഭാരവതീ ഭൂമിർ ഗോരൂപേയം കമാശ്രയേത് അന്യോ ന ദൃശ്യതേ ഭ്രാതാ ത്വത്തഃ കമലലോചന. അത സൽസുദയാൻ കൃത്വാ ഭക്തവത്സലമാവ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകോരോപി ചിന്മയ. വിയോഗേന തേ ഭക്താ കഥം സ്ഥാസ്യന്തി ഭൂതലേ നിർഗുണോപാസനേ കഷ്ടമത കിഞ്ചിത് വിചാരയ. ഇത്യുദ്ധവ വചഃ ശ്രുത്വാ പ്രഭാസേ ചിന്തയദ്ധരിഃ ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതി ച. സ്വകീയം യദ്ഭവേത് തേജ തഥൈവ ഭാഗവതേ ദദാത് തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ്ഭാഗവതാർണവം. തേനേയം വാഗ്മയീ മൂർത്തി പ്രത്യക്ഷാ വർത്തതേ ഹരേ സേവനാത് ശ്രവണാത് പാഠാത് ദർശനാത് പാപനാശിനി. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നമുക്ക് നോക്കാം. യജ്ഞത്തെക്കാളും വ്രതത്തിനേക്കാളും തപസ്സിനേക്കാളും നിത്യതീർത്ഥ സ്നാനത്തെക്കാളും സപ്താഹമായി ഭാഗവത കഥ കേൾക്കുന്നത് ശ്രേഷ്ഠമെന്ന് ഉച്ചത്തിൽ പറയുന്നു. യോഗാനുഷ്ഠാനത്തെക്കാളും ധ്യാനത്തെക്കാളും ജ്ഞാനത്തെക്കാളും ഭാഗവതം ശ്രേഷ്ഠമാണെന്ന് സപ്താഹത്തിലൂടെ ഭാഗവതം ഉറക്കെ ഘോഷിക്കുന്നു. വീണ്ടും വീണ്ടും പറയുന്നു. ഭാഗവത മഹിമയെക്കുറിച്ച് കൂടുതൽ എന്തു പറയാൻ? ഈ സമയം ശൗനകൻ ചോദിക്കുന്നു. ജ്ഞാനം, കർമ്മങ്ങൾ, ധ്യാനം എന്നിവയെ പോലും അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ അത്ഭുതത്തോടെ പറഞ്ഞതും
യോഗജ്ഞന്മാർ സൂചിപ്പിക്കുന്നതും ആയ ഈ ഭാഗവത കഥ മോക്ഷത്തിനായി എങ്ങനെ ഉണ്ടായി? അപ്പോൾ സൂതൻ മറുപടി പറയുന്നു. ശ്രീകൃഷ്ണൻ ഭൂമി ഉപേക്ഷിച്ച് തന്റെ ഒരുങ്ങിയ സമയം ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ നെറ്റ് കട്ടായി. അപ്പൊ 51 അപ്പോൾ സൂതൻ മറുപടി പറയുന്നു തൊട്ട് ഒന്നുകൂടെ പറയും. അപ്പോൾ സൂതൻ മറുപടി പറയുന്നു. ശ്രീകൃഷ്ണൻ ഭൂമി ഉപേക്ഷിച്ച് തന്റെ അവതാര ദൗത്യം സമാപിച്ചു എന്ന് തീരുമാനിച്ച് സ്വർഗാരോഹണത്തിന് ഒരുങ്ങിയ സമയം ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ പറയപ്പെട്ട ജ്ഞാനം കേട്ടതിനു ശേഷവും ഉദ്ധവർ ഇങ്ങനെ പറഞ്ഞു. ഉദ്ധവർ പറഞ്ഞു, ഗോവിന്ദ, അങ്ങ് ഭക്തന്റെ ആഗ്രഹങ്ങൾ ഒക്കെ സാധിച്ചിട്ട് പോകുന്നുവല്ലോ. എന്റെ മനസ്സിൽ മഹത്തായ ചിന്ത ഉണ്ടാകുന്നു. അത് എന്താണെന്ന് കേട്ടിട്ട് മനസ്സിന് സുഖം നൽകുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എപ്പോഴാണോ ഈ ഉഗ്രമായ കലിയുഗം വന്നു ചേരുന്നത്, അപ്പോൾ ദുഷ്ടന്മാർ വീണ്ടും ഉണ്ടാവും. അവരുടെ കൂട്ടുകൂടി ബാക്കിയുള്ളവരും മനുഷ്യരെ ദ്രോഹിക്കുന്ന ദുഷ്ടന്മാരായി ഭവിക്കും. അപ്പോൾ ഗോരൂപിണിയായ, അതായത് പശുവിന്റെ രൂപം ധരിച്ച ഈ ഭൂമി അധർമ്മത്തിന്റെ ഭാരം മൂലം പ്രയാസപ്പെടുമ്പോൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഹേ കമലലോചന, രക്ഷിതാവായി അങ്ങേയല്ലാതെ ആരെയും കാണുന്നില്ല. ഹേ ഭക്തവത്സല, സാധുജനങ്ങളോടും കരുണ കാണിക്കൂ. അങ്ങ് ഇവിടുന്ന് പോകരുതേ. ഭക്തന്മാർക്കു വേണ്ടിയാണല്ലോ ജ്ഞാനസ്വരൂപനായ അങ്ങ് ആകൃതി ഇല്ലാത്തതെങ്കിലും, അതായത് നിർഗുണ സ്വരൂപം ആണെങ്കിലും സഗുണനായി കമനീയ രൂപത്തോടു കൂടി അവതരിച്ചിരിക്കുന്നത്. അങ്ങയുടെ ഭക്തന്മാർ അങ്ങയുടെ വിയോഗശേഷം ഭൂമിയിൽ എങ്ങനെ വസിക്കും? നിർഗുണോപാസന വളരെ ക്ലേശമാണ്. അതുകൊണ്ട് അങ്ങ് ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭക്തനായ ഉദ്ധവരുടെ വാക്കുകൾ കേട്ട് ഭക്തർക്ക് ആശ്രയമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രഭാസം എന്ന തീർത്ഥസ്ഥാനത്ത് വെച്ച് ശ്രീഹരി ചിന്തിച്ചു. ഭഗവാൻ ശ്രീഹരി ഭക്തജന രക്ഷയ്ക്കായി തന്റെ തേജസ്സിനെ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ലയിപ്പിച്ചു. അനന്തരം ആ കൃഷ്ണസ്വരൂപം മറഞ്ഞ് ശ്രീമദ് ഭാഗവതമാകുന്ന സമുദ്രത്തിൽ പ്രവേശിച്ചു. ശ്രീഹരിയുടെ വാഗ്മയമായ മൂർത്തി ഭാഗവതത്തിൽ പ്രത്യക്ഷമായി സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ സേവിക്കുകയോ കേൾക്കുകയോ പഠിക്കുകയോ കാണുകയോ എങ്കിലും ചെയ്യുന്നവരുടെ സർവഭാവങ്ങളും നശിക്കുന്നു. എനിക്കിന്ന് ഈ പ്രഭാഷണം നടത്താൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും സമയം മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി. നന്നായിട്ട് പറഞ്ഞോട്ടോ മോളെ. ബാക്കി അത് കഴിഞ്ഞിട്ട് പറയാം. ഇനി അൻവിത്ത് ഏക ശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയുടെ കുറച്ചു ഭാഗവും ചൊല്ലും. ആരാധ്യ അതിന്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ട് ശേഷമുള്ള ബാക്കിയുള്ള ഭാഗം ആരാധ്യ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അൻവിത്ത് തുടങ്ങിക്കോ. आदौ देवकी देवी गर्भजननं गोपीगृहे वर्धनं मायापूर्धन जीवितापहरणं गोवर्धनोदाहरणं कंसच्छेदन कौरवादिहननं कुन्दीसुधापालनं तद्भागवतं पुराणकथितं श्रीकृष्ण लीलामृतम्। कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्द नारायण हरे अच्युतानन्द गोविन्द माधव सच्चिदानन्द नारायण हरे ഗുരുനാഥൻ തോന്നേത സന്തതം തിരുനാമങ്ങളെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ ഇന്നലെയോളം ഇന്നെന്ന് എന്നില്ല ഇനി നാളെയുമെന്തെന്ന് എന്നില്ല ഇനി കണ്ട കാലിക്കു വിനാശവും
വെണ്ണില കണ്ടു കണ്ടു ജനങ്ങളെ രണ്ടു നാലു ദിനം കൊണ്ട കുട്ടനെ നദിയിലേക്ക് നടത്തുന്നതുമ്പവാൻ മുകളറിയ മന്നന്റെ തോറൽ മാറാപ്പൂ കേറ്റുന്നതുമ്പവാൻ അളുതായിട്ടു മുക്തി ലഭിപ്പനായി ചെവി തന്നിട്ടു കേൾപ്പിന്നെല്ലാവരും നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മങ്ങൾ മെന്നറിയേണ്ടതു നാം മൂന്നു കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും നരിചത്തു നരനായി തീരക്കുന്നു നാഴിചത്തു രോഗിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന കൃപൻ ചത്തു ശ്രീയായി പിറക്കുന്നു ഇച്ച ചത്തൊരു പൂജയായിടുന്നു ഈശ്വരന്റെ വ്യാസങ്ങളിങ്ങനെ കുഴപ്പമില്ല മോളെ, ചൊല്ലിക്കോ, സാരല്ല. മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിലെത്ര നേടും കർമ്മങ്ങൾക്കു നീലമാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞനും കർമ്മങ്ങൾക്കു നീലമാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞനും കർമ്മനാശം വരുത്തേണമെങ്കിലും മറ്റെങ്ങും സാധിയ നിർണയം ഭക്തന്മാർക്കു മോക്ഷുജനങ്ങൾക്കും ശക്തരായ വിഷയീജനങ്ങൾക്കും ഇത്തിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ യുഗം നാലിലു നല്ലു കളിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞ പിഞ്ഞതും അത്തമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരുക്കാനും തത്തുപൂർണ്ണീളം വസ്ത്രമതുപോലു ഒത്തിടാൻ കൊണ്ടുപോകുന്നു കുടിയല്ല പിറക്കുന്ന നേരത്തും കുടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നവൃത ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കറിവോളമീ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ ഏതു ദിക്കിലും തന്നെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യമപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ
ഓക്കെ മോളെ, നന്നായിട്ട് ചൊല്ലിട്ടോ. ഞാനിപ്പോ നിങ്ങൾ രണ്ടുപേരെ കൊണ്ടും അങ്ങനെ ചെയ്യിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിയും അനിയനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ്, ചേച്ചിയാണ് അനിയൻ കൂട്ടനെ നന്നായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ സ്നേഹത്തോടെ ഇരിക്കണം. അനിയൻ എന്തൊക്കെ കുറവുകളുണ്ടോ പോരായ്കയുണ്ടോ അത് ചേച്ചി പരിഹരിച്ചു കൊടുക്കണം. ഇവൻ ഭയങ്കര കുറുമ്പനാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ഇവൻ ആദ്യമേ തൊട്ടേ ഇപ്പം പഠിക്കാൻ അമ്മ പറയുമ്പോ ആദ്യമേ തൊട്ടേ ഒരു മടിയൊക്കെ കാണിച്ചിരുന്ന ഒരു മിടുക്കനാണ്. അപ്പൊ ഈ ചെറിയ മിടുക്കന്മാരെ, കുറുമ്പന്മാരെ ലൈനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഉദ്യമം. അതുകൊണ്ടാണ് അൻവിത്തിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. അൻവിത്ത് നന്നായിട്ട് ചൊല്ലി കേട്ടോ, മിടുക്കനായിട്ട് ചൊല്ലി. ഇനി ചേച്ചി പറയുന്നതനുസരിച്ച് പുതിയതായിട്ടൊക്കെ പഠിക്കണം, കൂടുതൽ പഠിക്കണം, മിടുക്കനാവണം കേട്ടോ. ഇന്ന് ആരാധ്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് ഒരു സന്ദേശം നമുക്ക് ഭാഗവത മാഹാത്മ്യത്തിൽ കൂടി കിട്ടിയത്. ഭഗവാൻ ശ്രീഹരി ഭക്തജന രക്ഷയ്ക്കായി തൻ്റെ തേജസ്സിനെ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ലയിപ്പിച്ചു. അനന്തരം ആ കൃഷ്ണസ്വരൂപം മറഞ്ഞ് ശ്രീമദ് ഭാഗവതമാകുന്ന സമുദ്രത്തിൽ പ്രവേശിച്ചു. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് അറിയാനുള്ള ഭാഗവതത്തെ കുറിച്ച്? അപ്പോ ആ ഭാഗവതത്തെ കുറിച്ച് ഏറ്റവും വലിയൊരു സന്ദേശം, അടിസ്ഥാനമായിട്ടുള്ള ആ സന്ദേശം ഇന്ന് ആരാധ്യക്കാണ് ഇന്ന് ആ ഭാഗ്യം ഉണ്ടായേ അത് അവതരിപ്പിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ശ്രീഹരിയുടെ വാങ്മയമായ മൂർത്തി സ്വരൂപം ഭാഗവതത്തിൽ പ്രത്യക്ഷമായി സ്ഥിതി ചെയ്യുന്നു. ഇതിൽ കൂടുതൽ വേറൊരു തെളിവ് ആവശ്യമില്ല. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ സേവിക്കുകയോ കേൾക്കുകയോ പഠിക്കുകയോ ഇനി ഒന്നും വേണ്ട, കാണുകയോ എങ്കിലും ചെയ്യുന്നവരുടെ സർവപാപങ്ങളും നശിക്കുന്നു എന്നൊരു സന്ദേശമാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. വളരെയധികം സന്തോഷമുണ്ട്. മോളത് നന്നായിട്ട് അവതരിപ്പിച്ചു. ഭഗവാന്റെ കാരുണ്യം എപ്പോഴും കുഞ്ഞിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മധുചേട്ടാ. ആദ്യം അഭിനന്ദിക്കാനുള്ളത് ആരാധ്യയാണ്. ആരാധ്യയെ സഹോദരി ധർമ്മമാണ് നിർവഹിച്ചത് കേട്ടോ. കൊച്ചനീനെ പിടിച്ചിരുത്തി ഭാഗവത കഥകളും ഭാഗവതമൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാല് ഒരു വലിയ മനസ്സിന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അത് സഹോദരിയുടെ ധർമ്മമാണ്. അത് പറഞ്ഞു കൊടുക്കാൻ പ്രേരിപ്പിച്ച ഗുരുനാഥനെ എത്ര വീഴ്ത്തിയാലും മതിയാവില്ല മക്കളെ. ഒരാളെയെങ്കിലും നാമം ജപിക്കാൻ പ്രേരിപ്പിച്ചാൽ ആ ജീവിതം ധന്യമായി എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ എല്ലാവരും സ്വധർമ്മം വിഴിഞ്ഞ് അന്യധർമ്മത്തിൽ വ്യാപൃതരായി എല്ലാ കൊള്ളരായ്മകളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല വർത്തമാനം, നല്ല സന്ദേശം ഒരിടത്തു നിന്നും കിട്ടാനില്ല. ഈ സാഹചര്യത്തിലാണ് ഭാഗവത മാഹാത്മ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഒരുങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ഗുരുനാഥൻ ഇറങ്ങിയിരിക്കുന്നത്. കലിയുഗത്തില് സർവ ദുഃഖങ്ങളും സകല പാപങ്ങളും കഴുകിക്കളയാനും കാമക്രോധാദികളെ ജയിപ്പാനും ഉചിതമായ ധർമ്മോപദേശം ഈ ഭാഗവതം കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. ഒരു സംശയവും വേണ്ട. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഭാഗവതം സാക്ഷാൽ കൃഷ്ണസ്വരൂപമാണ്. എങ്ങനെയാണ് എൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുക എന്നുള്ളത് കാത്തിരിക്കുക ഭഗവാൻ. അതിന് ഏറ്റവും പറ്റിയ ഉപാധിയാണ് ഭാഗവത പാരായണം. മാഹാത്മ്യം അറിഞ്ഞിരുന്നാൽ ഭാഗവതം സപ്താഹം ശ്രവിക്കുന്നതിനൊക്കെ കൂടുതൽ ഉത്സാഹവും കൂടുതൽ താല്പര്യവും എല്ലാം ഉണ്ടാകും. ഈ ഭാഗവത മാഹാത്മ്യം ശരിക്ക് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് ആരാധ്യ ചെയ്തതുപോലെ തന്നെ സഹോദരന്മാരുള്ള
സഹോദരിമാരെല്ലാം കൊച്ചനിയന്മാരെ എല്ലാ കൊച്ചനിയത്തിമാരെ എല്ലാം വിളിച്ചിതുപോലെ അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കണം. അത് ഭാഗവതത്തിന്റെ കാര്യം മാത്രമല്ല, പഠന കാര്യത്തിലാണെങ്കിലും ശരി. മക്കളെ, നീ പഠിച്ചോ? വഴക്ക് പറയുക, അടിക്കൊന്നും വേണ്ട, ചോദിച്ചാൽ മതി, പറഞ്ഞു കൊടുത്താൽ മതി, കുഞ്ഞുങ്ങളനുസരിച്ചോളും. എല്ലാവർക്കും നന്മ വരാനായിട്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്തേ. ആൻവിത്ത് കുട്ടൻ മിടുമിടുക്കൻ കേട്ടോ. പഠിച്ച ഭാഗങ്ങൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. നന്നായി പറഞ്ഞു കേട്ടോ. ആദ്യം നിന്നെയാണ് അഭിനന്ദിക്കേണ്ടത്. അതിനൊപ്പം പിന്നെ ചേച്ചി ആരാധ്യ നന്നായി പാരായണം ചെയ്തു. അതിനേക്കാളും ഭംഗിയായിട്ട് പ്രഭാഷണം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ആ വേണ്ട ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് വേണ്ട ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വോയിസ് മോഡുലേഷനും ആ ടോണിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു പ്രഭാഷക ഉരുത്തിരിഞ്ഞു വരികയാണ് ആരാധ്യയിലൂടെ. വളരെ നന്നായിരുന്നു. അവസാനം ചൊല്ലി മുഴുവനാക്കുമ്പോൾ കുറച്ച് ത്രോട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു തോന്നുന്നു. അതൊന്നും സാരില്ല കേട്ടോ. ഇറ്റ് വാസ് ഓൾ റൈറ്റ്. നന്നായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. തുടർന്നും പഠിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ മംഗളങ്ങളും നേരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമസ്തേ സർ. നമസ്തേ. ആരാധ്യ നന്നായിട്ട് ചൊല്ലി, നന്നായിട്ട് പറഞ്ഞു. ഇപ്പൊ സൂര്യൻ സാറ് പറഞ്ഞ പോലെ വോയിസ് മോഡുലേഷൻ, അതാണ് ഞാൻ ഈ പിള്ളേർ പറയുമ്പോഴൊക്കെ ഞാൻ അതാണ് ശ്രദ്ധിക്കുന്നത്. അവരാ വേണ്ട സ്ഥാനത്ത് വേണ്ട തരത്തിലുള്ള സ്ട്രെസ് കൊടുത്ത് വോയിസ് മോഡുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ തത്വങ്ങൾ മനസ്സിലാക്കി ആണ് പറയുന്നതെന്ന് നമുക്ക് കേട്ടാ മനസ്സിലാവും. നന്നായിട്ട് പറഞ്ഞു കേട്ടോ മോള്. പിന്നെ അൻവിത് കുട്ടൻ മോൻ ചൊല്ലിയത് വളരെ ഭംഗിയായിട്ട് ചൊല്ലി. പിന്നെ മോൻ ചെറുതല്ലേ, കുഴപ്പമില്ല, ചേച്ചിയുടെ സഹായം മേടിച്ചെന്ന് വെച്ച് ഒരു പ്രശ്നമില്ല കേട്ടോ. ചേച്ചിയല്ലേ. ഇനിയിപ്പം അടുത്ത തവണ ഇതിലും നന്നായിട്ട്, ഇതിലും കുറച്ചുകൂടി കൂടുതൽ ഭാഗങ്ങൾ പഠിച്ച് നന്നായിട്ട് ചെല്ലണം കേട്ടോ. നന്നായിരുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സൂപ്പർ ആയിരുന്നു കേട്ടോ. സൂര്യൻ സാർ പറഞ്ഞ പോലെ ആരാധ്യയുടെ പാരായണം ശരിക്കും പറഞ്ഞാൽ അസാധ്യമായിരുന്നു. നല്ല ശബ്ദം, പിന്നെ ചെറിയ സംഗീതം, പിന്നെ നല്ല സംസാരം, അതുപോലെ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ കൊച്ചുകുട്ടി പറയുന്നതായിട്ടല്ല, നല്ല മനസ്സിലാക്കി ഉൾക്കൊണ്ട് പറയുന്നത് പോലെ ആണ് നമുക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? പിന്നെ എനിക്കാണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമായി. എന്നാൽ കുർബനാവണം കുഞ്ഞ് ഈ പ്രായത്തിൽ, അങ്ങനെ തന്നെ വേണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഏകശ്ലോകി ഭാഗവതവും അതുപോലെ ജ്ഞാനപ്പാനയും ഒക്കെ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. നല്ലൊരു ചേച്ചിയെ കിട്ടിയത് നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ തന്നാലാവുന്നത് അപ്പുറത്ത് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങള്, ആശംസകള്. അത് പഠിപ്പിച്ചെടുത്ത പരമേശ്വരൻ സാറിന്റെ മുമ്പിൽ ഒരു പാദ നമസ്കാരവും. ഓക്കെ, സന്തോഷം സാറേ. കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കാൻ സാറിനെ പോലുള്ളവരൊക്കെ വരുന്നത്, സൂര്യൻ സാറും രാധാകൃഷ്ണൻ സാറും ഒക്കെ വരുന്നത് വളരെ സന്തോഷമാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ ഒന്ന് വന്ന് കുട്ടികളെ അനുഗ്രഹിക്കുക. വളരെ സന്തോഷമാണത്. ഹരേ കൃഷ്ണ. മോളെ വളരെ നന്നായി പാരായണവും ചെയ്തു, പ്രഭാഷണവും ചെയ്തു. നല്ല എന്താ പറയാ, ഒരു അച്ചടക്കത്തോടു കൂടിയുള്ളൊരു പ്രഭാഷണമാണ് മോളിൽ ഞാൻ ഭാവിയിൽ കാണുന്നത്. നല്ലൊരു സാത്വിക് മോഡാണ് മോളുടെ സൗണ്ടും ആ മോഡുലേഷനും ഒക്കെ വളരെ നന്നായിരുന്നു. നല്ല സന്ദേശവുമാണ് ഇന്ന് മോക്ക് ഞങ്ങളോട് പറയാൻ ഉണ്ടായിരുന്നത്. യജ്ഞം ചെയ്താലും എത്ര യജ്ഞങ്ങൾ കൂടി നമുക്ക് ഈ കാലത്ത് യജ്ഞമൊക്കെ ചെയ്ത് ഭഗവാനെയൊക്കെ അടയാൻ വളരെ ബുദ്ധിമുട്ടാണ്. യജ്ഞത്തിന് ഒന്നാതെ നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ശുദ്ധിയില്ല, ഒന്നും ശുദ്ധിയില്ല. യജ്ഞമൊക്കെ ചെയ്യുമ്പോ നമ്മൾ ചെയ്യുന്നതൊക്കെ അത്ര ശുദ്ധിയോടെ ആണെന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ ഈ കലികാലത്ത് ഒരു യജ്ഞം ചെയ്തതിനേക്കാളും തപസ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റില്ല. എല്ലാ തീർത്ഥാടനങ്ങളിലും പോയി തീർത്ഥാടനമൊക്കെ ചെയ്യാൻ പറ്റുമോ? അതും നടക്കില്ല എല്ലാരെ കൊണ്ട്. പക്ഷെ കലികാലത്ത് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു തത്വമാണ് മോൾ ഇന്ന് പറഞ്ഞത്. ഭാഗവതം എല്ലാവർക്കും വായിക്കാം, ഭാഗവതം എല്ലാവർക്കും കേൾക്കാം. അതെപ്പോഴും കയ്യിൽ ഒരു രക്ഷ പോലെ, ഒരു കവചം പോലെ കൊണ്ടു നടക്കാം.
അതൊരു നല്ലൊരു സന്ദേശമായിരുന്നു മോള് തന്നത്. നല്ലൊരു ഭാഗമാണ് കിട്ടിയത്. ഉദ്ധവര് കരയുകയാണ് അല്ലേ, ഭഗവാനെ അങ്ങ് ഇവിടുന്ന് പോവുകയാണല്ലോ, ഈ കലിയാണല്ലോ വരുന്നത്, എന്ത് ചെയ്യും ജനങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ എപ്പോഴും ഭഗവാൻ കരുണാമയനാണ് അല്ലേ, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ അങ്ങനെ കാരുണ്യമൂർത്തിയാണ്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് എപ്പോഴും ഭഗവാൻ വിചാരിക്കുക. ആ ഭഗവാൻ ഭാഗവതത്തിലോട്ട് ലയിക്കുകയാണ്. അപ്പൊ ഈ ഭാഗവതത്തിലെ ഓരോ അക്ഷരങ്ങളും ഭഗവാനാണ്. അങ്ങനെയുള്ള ഭാഗവതമാണ് മോളിന്ന് പറഞ്ഞത്. അതിന്റെ മഹാത്മ്യം നല്ല ഉത്തമമായി നന്നായി പറഞ്ഞു, വളരെ നന്നായിരുന്നു. പിന്നെ മോനെ എന്താണ് പറയേണ്ടത്? വളരെ നന്നായി. ഇന്ന് ഞങ്ങളുടെ ആക്ച്വലി പറയുകയാണെങ്കിൽ നണ്ണാമല ദീപമാണ് ഞങ്ങൾക്ക് ഇന്ന്. കാർത്തിക ദീപം ഞങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. സ്വന്തം ബ്രദറിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങള് വിളക്ക് കൊളുത്തുന്നത്. അപ്പൊ മോൾ ഇന്നൊരു ദീപമാണ് അവന് ശരിക്കും ഏറ്റിക്കൊടുത്തത്. ഏറ്റവും നന്നായി. ഈ ദിവസത്തിന് ചേർന്നതുപോലെ സ്വന്തം അനിയന് വേണ്ടിയിട്ട് ഇതിൽ പരം ഒന്നും ചെയ്യാനില്ല. നമ്മുടെ പ്രാർത്ഥന, നേർവഴിക്ക് കൊണ്ടുപോവുക ഒക്കെ ഉത്തമമായി. മോനെ നന്നായിട്ട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. മോനും വളരെ നന്നായി. ഇങ്ങനെയൊക്കെ കളിച്ച് തന്നെയാണ് പഠിച്ച് മുന്നോട്ട് വരുന്നത് അല്ലേ. ഉത്തമമായി കേട്ടോ, വളരെ നന്നായി. രണ്ടുപേർക്കും ഇനിയും മേൽക്കുമേൽ ഈ ഭാഗവതം മുഴുവൻ പറയാനും പഠിക്കാനും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആചാര്യയായിട്ട് മാറാനുള്ള ഒരു ഇത് മോളിൽ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ഭഗവാൻ ആക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാത്തിനും ഉപരി ഇതെല്ലാം ചെയ്യുന്ന ഗുരുനാഥന്റെ മുന്നിൽ പാദ നമസ്കാരം. അങ്ങനെ ചെയ്യിക്കുന്ന ഗുരുവായൂരപ്പനും നമസ്കാരം. ഹരേ കൃഷ്ണ. വളരെ നല്ലൊരു കമ്പാരിസൺ. അറിവിന്റെ വെളിച്ചമാകുന്ന ദീപം അനിയന് വേണ്ടി കൊളുത്തി കൊടുക്കുകയാണ് ചേച്ചി ഇന്ന് തൃക്കാർത്തിക ദിവസം. വളരെ നന്നായി. ശരിയാണ്, വളരെ വാസ്തവം, വളരെ ശരിയായി. എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ ഇവിടെ കുമാരനെല്ലൂർ തൃക്കാർത്തിക. നാളെ വളരെ ഏറ്റവും വടക്കുനാഥൻ പോലും അവിടെ നിന്ന് തെക്കേ മതിൽക്കൽ വില്ലോങ്കൽ സ്വാമിയാര് രാവിലെ തൊഴാൻ ചെന്നപ്പോ ഭഗവാനെ ഉള്ളിൽ കാണാഞ്ഞിട്ട് നോക്കിയപ്പോ അന്വേഷിച്ച് നടന്നപ്പോഴാണ് തെക്കേ മതിൽക്ക് കണ്ടത് ഭഗവാനെ. എന്താണെന്ന് ചോദിച്ചപ്പോ കുമാരനെല്ലൂരമ്മ, അതായത് അദ്ദേഹത്തിന്റെ മകൾ അണിഞ്ഞൊരുങ്ങി സർവാഭരണ ഭൂഷിതയായിട്ട് ആറാട്ട് കഴിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. 33 കോടി ദേവന്മാരും ദേവതകളും അവിടെ നാളെ വൈകുന്നേരത്തെ തൃക്കാർത്തിക ആ ദേവിയെ തൊഴാനായിട്ട് അവിടെ കാണും എന്നാണ് സങ്കല്പം. അപ്പൊ അങ്ങനെ ഒരു വിശേഷപ്പെട്ട ദിവസം നമ്മുടെ വ്രതക്കാലത്തിൽ തന്നെ ആ ദിവസം വരുന്നത് നമുക്ക് എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. വളരെ സന്തോഷം. ഇപ്രാവശ്യം കുഞ്ഞുങ്ങളെ ആ ദിവസം ഈ മഹാത്മ്യം ചൊല്ലിക്കാൻ സാധിക്കുന്നത് നമ്മുടെ വേറൊരു ഭാഗ്യം. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം, എല്ലാം ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. നാളെ 3-ാം അധ്യായത്തിലെ 63-ാമത്തെ ശ്ലോകം മുതൽ 74 വരെ. ഇപ്പൊ നാളെ 3-ാം അധ്യായം തീരുകയാണ്. അത് അവതരിപ്പിക്കുന്നത് മൈഥിലി എന്ന കുട്ടിയാണ്. ജ്ഞാനപ്പാനയും ഏകശ്ലോകഭാഗവതവും ധൃതിമോൾ എന്ന കുട്ടിയാണ് അവതരിപ്പിക്കുന്നത്. രണ്ടുപേരും വളരെ നല്ല സ്റ്റുഡൻസ് ആണ്. അവരുടെ പാരൻസും വളരെ കാര്യമായിട്ട് കുഞ്ഞുങ്ങളെ ഈ ലൈനിലേക്ക് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. കൂടുതൽ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ നാളെ പറയാം. എല്ലാവരും ഇന്നത്തെ പോലെ നേരത്തെ വന്ന് കുട്ടികളെ അനുഗ്രഹിക്കുക. വളരെ സന്തോഷമുണ്ട്. ഒത്തിരി സീനിയർ ആയിട്ടുള്ള സൂര്യൻ സാറും രാധാകൃഷ്ണൻ സാറും ഒക്കെ സന്ധ്യ മാഡം ഒക്കെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്നുവെച്ചാൽ ഓരോ കുഞ്ഞുങ്ങളും ഇത് ഭയങ്കരമായിട്ട് റിസീവ് ചെയ്യുന്നത്. അതെനിക്ക് കൂടുതൽ അവരായിട്ട് ഇടപഴകുന്നത് കൊണ്ട് അറിയാം. അവരുടെ സന്തോഷം, അവർക്ക് ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള അവരെപ്പോഴും മനസ്സുണ്ടാവുന്നതൊക്കെ ഈ വഴിയിൽ കൂടെയാണ്. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ പാദങ്ങളിലും എൻ്റെ നമസ്കാരം. തുടർന്നും നമുക്ക് കാണാം. നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. സായിറാം. സായിറാം സാർ. സായിറാം.